കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. മുഖോരമായിട്ട് പറയാനാണെങ്കിൽ കൊല്ലം ജില്ലയിലുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ ഉണ്ണികൃഷ്ണൻ, നിങ്ങളെല്ലാവരും അറിയുമായിരിക്കും. നല്ലൊരു ദൈവദാസൻ. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് വളരെ മരിച്ചുപോയല്ലോ എന്ന് ഓർത്ത് വലിയ സങ്കടമുണ്ട്. കാരണം ഹിന്ദുമാർക്കിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നിട്ട് ഇത്ര ശക്തിയോടെ സുവിശേഷം പ്രസംഗിക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് അദ്ദേഹം. ഒരു ഭയവുമില്ല. ഏത് സുവിശേഷ വിരോധികളുടെ മധ്യത്തിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ശക്തിയോടെ പറയുന്ന ആ മന്യ സഹോദരൻ 47 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനെക്കുറിച്ച് വിഭിന്നമായ അഭിപ്രായങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു കേട്ടു. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വന്നൊരു താല്പര്യം ഞാൻ പറയാം. ചിന്ത, ആ മാന്യദേഹം ഒരുപക്ഷെ കുറച്ച് നാൾ കൂടി ഇങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവപൂർവ്വം നഷ്ടപ്പെടുമോ എന്ന് ദൈവം കണ്ടുകൊണ്ട് പെട്ടെന്ന് വിളിച്ചതായിരിക്കാം. ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കുക. സ്തോത്രം. കാരണം ചിലരൊക്കെ ദൈവം അങ്ങനെ ചെയ്യും. കാരണം ദൈവകൃപയിൽ നിന്ന് വ്യതിചലിച്ച് പോകും എന്ന് കാണുമ്പോൾ ദൈവം അവരെ അങ്ങ് വിളിക്കും. കാരണം അത്രയും നാൾ കർത്താവിനോട് നിന്നതല്ലേ. ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയാണ്, കരുണയാണ് എന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. സ്തോത്രം. നമ്മളെക്കാൾ ആ സഹോദരൻ കുറഞ്ഞവനൊന്നുമല്ല, ഏറ്റവും വലിയവൻ തന്നെ. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് വളരെ ശക്തിയോടെ ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇന്നും മാറ്റൽ കൊണ്ടുകൊണ്ടിരിക്കുന്നു. എസ്പെഷ്യലി എടുത്തു പറയാൻ, അദ്ദേഹം മരിക്കുന്നതിന് ആ ദിവസം മുമ്പ് പ്രസംഗിച്ച, ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് പ്രസംഗിച്ച ആ പ്രസംഗം നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം. നമുക്കത് വലിയ ഒരു വെല്ലുവിളിയാണ്. ആ പ്രസംഗം വലിയ ആത്മീക വളർച്ച ഉണ്ടാകുന്ന, ആത്മീക വർധന ഉണ്ടാകുന്ന ഒരു വലിയ സന്ദേശമാണ്. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. സ്തോത്രം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വേല ഒരു ദൈവദാസൻ മരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചിലർ മാറ്റപ്പെടുന്നത് കൊണ്ടോ നിലയ്ക്കുന്നില്ല. കർത്താവിന് പിന്നെയും ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. 1000 പേരെ അതിന് പകരമായി എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഒരു ഉദാഹരണം, സ്തേഫാനോസ് മരിച്ചപ്പോൾ യഹൂദ പരീക്ഷകളും റോമൻ സാമ്രാജ്യവും പറഞ്ഞു, ഇനി ഈ സുവിശേഷം എന്തു ചെയ്യും? കെട്ടടങ്ങിപ്പോകുമെന്ന്. എന്നാൽ പ്രവൃത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ചിതറിപ്പോയ സ്തേഫാനോസിൻ്റെ മരണത്താൽ ചിതറിപ്പോയവർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? പറഞ്ഞാട്ടെ. അവിടവിടങ്ങളിലായി, എവിടെയൊക്കെ ചിതറിപ്പോയോ അവിടവിടങ്ങളിലായി ഒരു വചനം പ്രസംഗിച്ചു. അതോടൊപ്പം ഭയങ്കര റിവൈവൽ ഉണ്ടായി. സ്തേഫാനോസിൻ്റെ മരണം 1000 സ്തേഫാനോസിനേക്കാൾ ശക്തിയുള്ള ഒരു പൗലൂസിനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഇടയാക്കിയെന്ന് പ്രവൃത്തി പുസ്തകം നമുക്ക് നന്നായി പഠിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുവിശേഷത്തിൻ്റെ ശക്തി കെട്ടടങ്ങുകയില്ല. ആരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ സുവിശേഷം? വാട്ട് ഈസ് ദ ഗോസ്പൽ? തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ സുവിശേഷം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി ആ യേശുക്രിസ്തുവിനെ കൊല്ലാനോ അതിനെ നശിപ്പിക്കാനോ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആ സുവിശേഷം പിതാവാം ദൈവം സ്വത്ര ലോകം മുഴുവൻ വിളംബരം ചെയ്യുവാൻ തൻ്റെ അപ്പോസ്തലന്മാർ ഉപയോഗിച്ചു. അത് ലോകം മുഴുവൻ വിളംബരം ചെയ്തു. അതിൻ്റെ പരിണിത ഫലമായി ലോകം മുഴുവനിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ക്രിസ്ത്യാനിറ്റി ആണെന്ന് പറയപ്പെടുന്നു. അതിലെത്ര പേര് നല്ലതുണ്ടെന്നോ ചീത്തയുണ്ടെന്നോ നമുക്കറിയത്തില്ല. എങ്കിലും എനിവേ ക്രിസ്ത്യാനിത്വം ലോകം മുഴുവൻ അടിച്ചൊതുക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. ഇന്ന് ക്രിസ്ത്യാനികളാണ് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. സ്തോത്രം. അവരെല്ലാവരും കർത്താവിൻ്റെ ഉള്ളിൽ പോകുന്നവരാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരവൊന്നും പറയാനില്ല. എന്നാൽ നമുക്കൊരു കാര്യം ഓർക്കാൻ കഴിയും. അന്നത്തെ ആ സുവിശേഷം എന്നെയും രൂപാന്തരപ്പെടുത്തി, നമ്മളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തി. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന എന്നെയും നമ്മളെ ഓരോരുത്തരെയും കാലാകാലങ്ങളിൽ ഈ സുവിശേഷത്തിൻ്റെ അഗ്നി നമ്മളെ സ്പർശിക്കുവാനിടയായ നിമിത്തം നാം കർത്താവിൻ്റെ മക്കളായി തീരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ആ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ, സുവിശേഷം 2 ഉണ്ട് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് സുവിശേഷം 2 ഉണ്ടെന്ന് പറഞ്ഞാൽ? ഒന്ന്, കോമൺ സാൽവേഷൻ, പൊതുവിലുള്ള രക്ഷ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അതാണ് കോമൺ സാൽവേഷൻ, സർവ്വജാതികൾക്കുള്ള രക്ഷ. അതാണ് സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. 2-ാം ഭാഗം, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു വരുന്നവർ
ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവാനുള്ള ഉപദേശത്തിൻ്റെ സുവിശേഷത്തിൻ്റെ രണ്ടാം ഘട്ടം. സഭയെ ഉപദേശം മത്തായി 28:20 നമുക്കൊന്ന് വായിക്കാം. മത്തായി 28:20. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ കീ വേർഡായിട്ട് എടുക്കുന്ന ഒരു വാക്യമാണ് മത്തായി 28:20. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം അത്. വായിച്ചാട്ടെ. 28:20. ഈ വാക്യം ശ്രദ്ധിച്ചാൽ 16 തൊട്ട് വായിക്കാൻ സമയമില്ല. ശിഷ്യന്മാരോട് പോയി ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുക, രക്ഷിക്കപ്പെടുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്ഥാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. ഈ സുവിശേഷത്തിൻ്റെ അന്തസത്ത ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾ, പോകുക, വചനം പ്രസംഗിച്ച് ശിഷ്യരാക്കുക. ഇന്ന് അതൊക്കെ പോയിരിക്കുക, നഷ്ടപ്പെട്ടിരിക്കുക. ഇന്നത്തെ ശിഷ്യന്മാർ, മോശയുടെ ശിഷ്യന്മാരും അരിസ്റ്റോട്ടിലിൻ്റെയും പിന്നെ ഡാർവിൻ്റെയും പിന്നെ അതുപോലെയുള്ള ലോകത്തിലെ വലിയ വലിയ ആൾക്കാരുടെ ശിഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. ക്രിസ്ത്യാനികളിൽ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്നത് വെറും പരിമിതമേ ഉള്ളൂ. പരിമിതം, കുറച്ച് മാത്രം, ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. ശിഷ്യനെന്ന് പറഞ്ഞാൽ ആരാ? ഗുരുവിനെ അനുഗമിക്കുന്നത്. ഗുരു എങ്ങനെ പോയോ അങ്ങനെയൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആൾ. അപ്പോൾ അവർ ലോകക്കാർ ചോദിക്കും, നിങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ പോലെ ആയോ? അതിൽ ഒരിക്കലും ആയില്ല. ഞങ്ങളാകാൻ വേണ്ടിയുള്ള ഓട്ടക്കളത്തിലാണ്. സ്തോത്രം. ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടി ആത്മീയ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടക്കാരനാണ് ഞാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. നമ്മളിന്ന് പഠിക്കുന്ന ലേഖന ഭാഗങ്ങളിൽ അതുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ കർത്താവിനെ അനുഗമിക്കുന്നവനാണ്. എങ്ങനെ അനുഗമിക്കുക? കർത്താവ് പറഞ്ഞ വചനങ്ങളെല്ലാം കേട്ടനുസരിച്ച് കർത്താവിൻ്റെ പാതയിലൂടെ അല്ലെങ്കിൽ ആ ഉപദേശ സത്യങ്ങളിലൂടെ കർത്താവിനെ അനുഗമിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവിൻ്റെ ശിഷ്യൻ. അവരിൽ കുറവുകൾ കാണാം, പരാജയങ്ങൾ കാണാം, തെറ്റുകുറ്റങ്ങൾ കാണാം. വിശ്വാസിക്ക് എന്തുകൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ വചനമല്ലാതെ വേറൊരു നിവൃത്തിയില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, നാം നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചവയെ ശുദ്ധീകരിപ്പാൻ തക്കൊണ്ട് വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇനി യാക്കോബ് പുസ്തകം പറയുന്നൊരു വാക്കുണ്ട്, നാം പലതിലും തെറ്റിപ്പോകും. ഈ തെറ്റിപ്പോകുമ്പോൾ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നവനാണ് വിശുദ്ധൻ. അല്ലാതെ തെറ്റിപ്പോയിട്ട് ആ വഴി അങ്ങ് പോവുകയല്ലേ. മടങ്ങി വരിക, കംബാക്ക്, വചനത്തിലേക്ക് വരിക, വ്യവസ്ഥയിലേക്ക് വരിക. ഒരു വ്യക്തി തെറ്റിപ്പോയാൽ ഒരുപക്ഷെ ഒരു യോഗത്തിന് ചെന്നിരിക്കുമ്പോൾ ഒരു ദൈവദാസം പ്രസംഗിക്കുമ്പോൾ ഒരു വചനമായിരിക്കും ഇടപെടുന്നത്. ആ വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക? അപ്പം മടങ്ങി വന്നിരിക്കുക. അവന് രക്ഷപ്പെടാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പ്രസംഗിക്കുന്ന ഒരു വാക്യം, പല വാക്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. ദേവര വിവാഹം എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അതിൽ അന്തർലീനമായ സത്യം വളരെ വലുതാണ്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയുക. തിരുവെഴുത്തുകൾ പലതുണ്ട്. മോശയുടെ പ്രമാണമുണ്ട്, ക്രിസ്തുവിൻ്റെ പ്രമാണമുണ്ട്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ തിരുവെഴുത്ത്, മോശയുടെ തിരുവെഴുത്ത്. മോശയുടെ തിരുവെഴുത്തിന് മോശയിക ന്യായപ്രമാണം, ഹോവയുടെ ന്യായപ്രമാണം എന്നൊക്കെ പറയുന്നു. ക്രിസ്തുവിൻ്റെ തിരുവെഴുത്തിനോ ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഇതൊരാളോട് പറഞ്ഞപ്പോൾ പുള്ളി ഒരു, അയ്യോ, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്നൊരു പ്രമാണം ഉണ്ടല്ലോ, പുസ്തകത്തിലുള്ളതല്ലേ നമ്മൾ വായിക്കുന്നേ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമുണ്ട്, അതിന് ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നു, അതിന് പഥ്യോപദേശം എന്ന് പറയുന്നു. യോഹന്നാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഉപദേശം. യോഹന്നാൻ്റെ പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞ 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. യോഹന്നാൻ്റെ ലേഖനത്തിൽ ഈ ഉപദേശത്തെക്കുറിച്ച് പറയുന്ന ഏതൊക്കെ നിലയിലാണെന്നറിയാമോ? രാജകീയനായ പ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞനായ പ്രമാണം. ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായ പഠനങ്ങളാണ് ദൈവമക്കളെ. അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഇന്ന് ക്രിസ്തുവിൻ്റെ പ്രമാണം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘത്തെ നമുക്ക് കാണാൻ കഴിയും.
എനിക്കിപ്പോൾ പറയാനുള്ളത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിൽക്കണം. അപ്പോൾ തന്നെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ ദൈവവിശ്വാസ്യമാണ്. അതിൽ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രണ്ട് പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. അതിനോട് കുറിപ്പെട്ട വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മൾ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. രണ്ടാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും പരമാർത്ഥ മനസ്സുണർത്തുക. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനം, ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള വചനം, നിങ്ങളുടെ അപ്പോസ്തലന്മാർ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന. ആ വാക്യത്തിൽ ശ്രദ്ധിക്കുക, കൽപ്പന. കർത്താവ് തന്ന കൽപ്പന. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞത് വചനങ്ങൾ. എന്തിനാ വചനങ്ങൾ? ബുദ്ധിോപദേശത്തിന്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം പഠിക്കുമ്പോൾ ഇത് ബുദ്ധിോപദേശത്തിന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ബുദ്ധിോപദേശം എടുത്ത് കൽപ്പനയായിട്ടും കൽപ്പന എടുത്ത് ബുദ്ധിോപദേശമായിട്ട് പോയാൽ കുഴഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഉപദേശം കിട്ടാതെ പോകും സഭയ്ക്ക് ഉപദേശം തരുന്നത് അപ്പോസ്തലന്മാരാണ്. അവരെ ഏൽപ്പിച്ചു. അതാണ് നമ്മൾ മത്തായി 28:20 ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും, ഓൾ നേഷൻ, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളാൻ. ഭൂമിയിലുള്ള സകല ജാതികളെയും ശിഷ്യരാക്കാനുള്ള ഉപദേശമാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. ആ ഉപദേശം പ്രസംഗിച്ചാണ് ശിഷ്യരാക്കി സഭയിൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്താൻ പ്രബോധിപ്പിച്ച് പഠിപ്പിച്ച് വളർത്തിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ലേഖനങ്ങൾ ശക്തിയോടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ലേഖന ഭാഗങ്ങളിലേക്ക് വരാം. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ആകത്തുക കർത്താവിലുള്ള സന്തോഷം എന്നുള്ളതാണ്. ഓരോ ലേഖനങ്ങൾക്കും അതിൻ്റേതായ പഠനങ്ങളുണ്ട്. ഇപ്പോൾ കൊരിന്ത് ലേഖനം വിശുദ്ധീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഗലാത്യ ലേഖനം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. സ്തോത്രം. കൊലോസ് ലേഖനം ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ ഓരോ ലേഖനത്തിനൊരു കണ്ടൻസ്, ഒരു മീറ്റായ ഭാഗം, അത് തീമായിട്ട് അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട്. അത് ഫിലിപ്പിയ ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ കർത്താവിലുള്ള സന്തോഷം. സ്തോത്രം. അതാ 3-ാം വാക്യത്തിൻ്റെ 1-ാം വാക്യത്തിൽ, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പിന്നെയും പറയുന്നു. അടുത്ത 4-ന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. ഫിലിപ്പിയർ 4:1-2. കർത്താവിൽ നിലനിൽപ്പിൻ, എൻ്റെ സന്തോഷവും എൻ്റെ കിരീടം. അപ്പോൾ ഫിലിപ്പിയ സഭ പൗലൂസിന് ആരാണ്? ക്രൗൺ, കിരീടമാണ്, മഹത്വമാണ്. അതിൻ്റെ അർത്ഥം അവർ ആത്മീകമായ അത്ര പ്രബുദ്ധരാണ്. ദൈവവചനം കേട്ട് വളർച്ച പ്രാപിച്ച് ഉപദേശങ്ങൾ പറയാൻ തക്കവണ്ണം ആ സഭകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിലെ ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. അപ്പോസ്തലന്മാരിൽ നിന്ന് ഉപദേശം കേട്ട് വന്ന സഭയുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് ബുക്ക് ഓഫ് ആക്ട്സ് എഴുതിയതാരാ? ലൂക്കോസ് ആണല്ലോ. ലൂക്കോസ് പറയുന്നൊരു വാക്യം നിങ്ങൾ വായിക്കണം. 31-ാം വാക്യം ഒരാൾ വായിക്കുക. 9-ന്റെ രണ്ടാമത് പ്രവൃത്തി 16-ന്റെ 5-ാം വാക്യം വേറൊരാൾ വായിക്കുക. 31 വായിച്ചാട്ടെ. ഉണ്ടായി. ആമേൻ. എന്ത് മനസ്സിലായി? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊക്കെ വളരെ കുറിപ്പെട്ട വാക്യങ്ങളാണ്. യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം. എന്താ കാര്യം? അപ്പോസ്തലന്മാരുടെ ഉപദേശം ശക്തമായി പഠിപ്പിച്ച് ദൈവിക സമാധാനവും ദൈവിക പ്രത്യാശയും ദൈവിക സന്തോഷവും സഭയ്ക്ക് അവർ ശക്തിയോടെ നൽകിക്കൊണ്ടിരുന്നു. ഇന്നോ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മതകഥ, സങ്കല്പകഥ, അവിടെ ഇവിടെയൊക്കെ നടന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് ജനത്തെ ചുമ്മാ ആവേശഭരിതരാക്കുക. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങൾക്ക് കാറ് തരും, വീട് തരും, അത് തരും, ഇത് തരും. ഭൗതിക അനുഗ്രഹങ്ങളുടെ ഒരു വലിയ വാഗ്ദത്തത്തിൻ്റെ പെരുമഴ ജനത്തിൻ്റെ മേൽ പകർന്നു കൊടുത്ത് ജനത്തെ ആവേശഭരിതരാക്കി പുളകമണിയിക്കുന്ന വലിയൊരു ശുശ്രൂഷാ വൃന്ദങ്ങളുടെ നടുവിലാണ് നമ്മളും ജീവിക്കുന്നത്. ഇവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുവന്ന യഹൂദ, ഗലീല, ശമരിയ
എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ ആത്മീയ വർധന പ്രാപിച്ചു. സഭ കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. 16-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. പ്രവൃത്തി 16-5. ഇതൊക്കെ കുറിപ്പെട്ട വാക്യങ്ങളാണ്. ഇത് എഴുതിയിട്ട് പഠിക്കണം നമ്മൾ. സ്തോത്രം. 5-ാം വാക്യം. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. ഇപ്പം നമ്മൾ എണ്ണത്തിൽ പെരുകുന്നുണ്ട്. സഭകളൊക്കെ കേരളത്തിൽ ഇഷ്ടംപോലെ പെരുകുന്നു. 500 പേര് കൂടിയത് 1000, 1000, 2000, 2000, 3000, 3000, 5000. നാളൊരു പാസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ 8 lakhs ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞ നല്ല കാര്യം. എല്ലാവരെയും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കുന്നെങ്കിൽ നല്ല കാര്യം, അല്ലെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എണ്ണത്തിൽ പെരുകുന്നതല്ല വിഷയം. സ്തോത്രം. കുറച്ച് പേരേ ഉള്ളെങ്കിലും ആ കുറച്ച് പേര് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സംഭരിച്ച് ജീവിക്കുന്നവരായിരിക്കും. ഞാനൊരു ബൈബിൾ കോളേജിൽ ഒരു 4-5 വർഷം ചവിട്ടിത്തൊഴിച്ച് പഠിക്കാനൊക്കെ ഇടയായി. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനിടയായി. വചനമൊന്നും പഠിക്കാനിടയായില്ല. പല നല്ല നല്ല കാര്യങ്ങൾ, ആദർശങ്ങളൊക്കെ പഠിക്കാനിടയായി. അതിൽ ഞങ്ങളുടെ ഡീൻ പറഞ്ഞ കാര്യം, അല്ല ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യം ഇപ്പോഴും ഓർക്കും ഞാൻ. കർത്താവ് വരുമ്പോൾ നിങ്ങളാൽ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ ആരും ഇവിടെ കിടക്കരുത്. മരിച്ചുപോയി. നല്ലൊരു പാസ്റ്ററായിരുന്നു. പാസ്റ്റർ TP എബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കർത്താവ് വരുമ്പോൾ നിങ്ങളാൽ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസികൾ ആരും ഇവിടെ കിടക്കരുത്, കൈവിട്ട് പോകരുത്. ഞാനത് എപ്പോഴും ഓർക്കും. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, എന്നോട് വളരെ ബഹുമാനമായിരുന്നു പുള്ളി. ഷാരോൺ ചർച്ചിൻ്റെ ഒരു ചർച്ച് സ്റ്റിൽ ഓടുന്ന 2 ചർച്ച് എനിക്ക് പ്രോമിസ് ചെയ്താൽ ഞാൻ പറഞ്ഞില്ല, ദൈവപ്രകാരം ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ആ മാന്യദേഹം പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കും. സഭകളെ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, പാസ്റ്റർമാർ, ആ വിശ്വാസികളുടെ ആത്മാവിന് ഉത്തരം പറയണം. സ്തോത്രാഴ്ച പഠിച്ച് തിന്നുകൊണ്ടിരിക്കാനുള്ളവരല്ല. അവരുടെ ഭൗതിക നേട്ടങ്ങൾ വാങ്ങി അനുഭവിക്കാനുള്ളവരല്ല. മറിച്ച് അവരെ സ്വർഗത്തിലെത്തിക്കണം. ഈ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസിനെ അയച്ചത് എന്തിനാണെന്നൊന്ന് പറഞ്ഞ് ആരെങ്കിലും? ചെറിയൊരു ചോദ്യമാണ്. എനിക്ക് ഇച്ചിരി ചോദ്യം ചെയ്തിരിക്കുന്നത് സൂക്കേടുണ്ട് കേട്ടോ, ക്ഷമിക്കണം. എന്തിനാ അയച്ചേ? പറയാം മറുപടിയൊക്കെ. രക്ഷയുടെ വചനം പ്രസംഗിക്കാൻ. അടുത്ത കറക്റ്റാണത്. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു മറുപടി, കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥനയും ദാനധർമ്മവും എല്ലാം സ്വർഗത്തിലെത്തി. ഇനി പത്രോസ് സ്വർഗത്തിലെത്തണമെങ്കിൽ എന്ത് വേണം? അല്ല, കൊർന്നല്യോസ് സ്വർഗത്തിലെത്തണമെങ്കിൽ എന്ത് വേണം? രക്ഷയുടെ വചനം പ്രസംഗിച്ച് അവനെ ആത്മീയ നിലവാരത്തിലേക്ക് കൊണ്ടുവരണം. സ്തോത്രം. പത്രോസ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ദൈവം അയച്ചതിൻ്റെ പ്രധാന കാരണം ഈ നല്ല മനുഷ്യനെ ദൈവവചനം പഠിപ്പിച്ച് സ്വർഗത്തിലെത്തിക്കണം. അപ്പോൾ തന്നെ അവൻ്റെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും എല്ലാം ദൈവം കേട്ടു. സ്വർഗത്തിലെത്തിയെന്ന് എഴുതിയിരിക്കുന്നു കേട്ടോ വചനത്തിൽ. അതാ പഠിക്കുമ്പോൾ കാണും. അവൻ്റെ പ്രാർത്ഥനയും ദാനധർമ്മവും സ്വർഗത്തിൽ എത്തി. ഇനി കൊർന്നല്യോസ് എത്തണമെങ്കിൽ എന്ത് വേണം? ദൈവവചനം കേട്ടനുസരിക്കണം. അതിൽ നമ്മൾ പഠിക്കാൻ കഴിയുന്ന ഗുണപാഠങ്ങൾ വലുതാണ്. ദൈവവചനം കേട്ടനുസരിക്കാതെ നമുക്കാർക്കും സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യത പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന വിഷയം. ഇനി ഞാൻ ലേഖനത്തിലേക്ക് വരുന്നു. സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. ഈ വചനം നമ്മൾ വളരെ സസൂക്ഷ്മം പഠിച്ചാൽ നമ്മുടെ സന്തോഷം ആരിലായിരിക്കണം? കർത്താവിലായിരിക്കണം. കർത്താവിലായിരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തത്തിൻ്റെ ആ വചനത്തിൽ അതല്ലേ, അതാണല്ലോ എൻ്റെ ശരിയായത്. നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്താ കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നത്? ഒരു വാഗ്ദത്തം പറയാം. ഈ ചോദ്യം ചോദിക്കുന്നൊരു സ്വഭാവമുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്ക് തന്ന വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ പോകുന്നേ. അല്ല, ഇവിടെ ഒരു ബന്ധുക്കോസാരനായിട്ട് ജീവിച്ച് കുറേ അനുഗ്രഹമൊക്കെ പ്രാപിച്ച് കുറേ സമ്പത്തൊക്കെ പ്രാപിച്ച് ലോക മനുഷ്യരെ പോലെ സുഖലോലുപനായിട്ട് ജീവിച്ച് നശിച്ചു പോകാനല്ല.
കഷ്ടതകളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും ഞെരുക്കങ്ങളാണെങ്കിലും സന്തോഷമുണ്ടെങ്കിലും സമൃദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അംശികളായി തീരണമെന്നാണ് കർത്താവിനെക്കുറിച്ച് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. അതുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ആത്മീകമായ അനുഭവത്തിലേക്ക് എത്തിവിടുവാൻ. എന്താ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ വാക്യം വായിച്ചാണ് സാധാരണ മറുപടികൾ അതിനകത്തുകൂടി പറയുന്നത്. 21-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ശ്രദ്ധിച്ച് വായിക്കണേ. 5 വരെയുള്ള വാക്യം വായിക്കണം. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്ത സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഒരു നിമിഷം നിൽക്കണേ. ഏദൻ തോട്ടത്തിൽ മനുഷ്യനോടുകൂടി ദൈവം വെയിലാറുമ്പോൾ വന്ന് സംസർഗം ചെയ്തു എന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. ആദാമ്യ പാപം അരുത് എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന വിട്ടുകളഞ്ഞപ്പോൾ എന്ത് പറ്റി? തെറ്റിച്ചു കളഞ്ഞപ്പോൾ എന്ത് പറ്റി? ദൈവം പോയി. ആ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് നമ്മൾ പ്രമാണം പഠിക്കുമ്പോൾ മോശയിക പ്രമാണത്തിൽ യാഗങ്ങളും പുരോഹിതന്മാരും ആചാരാനുഷ്ഠാനങ്ങളും അങ്ങനെ വേണ്ട ഒത്തിരി ടേംസ് ആൻഡ് കണ്ടീഷൻ ദൈവം വെച്ചു. അതുപ്രകാരം മാത്രമേ ദൈവത്തെ അന്വേഷിക്കാൻ പറ്റൂ. അപ്പോൾ അതെല്ലാം മാറി കർത്താവ് ഈ ഭൂമിയിൽ വന്നു, മനുഷ്യനെ രക്ഷിച്ചു. സ്തോത്രം. അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ നേടി. അതിനുശേഷം കർത്താവ് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത്, പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇപ്പോൾ വിശ്രമിക്കുക. ഇനി ദൈവം നമ്മളെ, കർത്താവ് വന്ന് ഈ ഭൂമിയിൽ വന്ന് നമ്മളെ ചേർത്ത്, ഭൂമിയിൽ വരത്തില്ല മേഘപ്രത്യക്ഷ വന്ന് നമ്മളെ ചേർത്ത് 7 വർഷത്തെ മഹോദരകാലം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലായിരിക്കും. അതിനുശേഷം 1000 ആണ്ട് വാഴ്ച. അതിനുശേഷം ആണ് ഈ പറഞ്ഞ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കുള്ള നമുക്കുള്ള അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വിശദീകരണം തരുന്നത്. ഒത്തിരി വിശദീകരിക്കേണ്ട ഭാഗങ്ങൾ ചില സൂചനകളിലൂടെ മാത്രം വിശദീകരിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിന് 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം. ഇതിനിടയ്ക്ക് 2 പത്രോസ് 3:13 രണ്ടും കൂടി ലിങ്ക് ചെയ്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. എഴുതിയിട്ട് പഠിക്കുമ്പോൾ ഇത് എഴുതിയിട്ട് പഠിക്കണം. വായിക്കാം. 2 പത്രോസ് 2 അതാണ് നമ്മുടെ കാത്തിരിപ്പ്. നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ കാത്തിരിപ്പ്, നമ്മുടെ ഭാവി പ്രത്യാശയാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കൊരു ചോദ്യം, ഞാൻ വേണ്ടിയോ പാസ്റ്റർ ഇവിടെ നീതി വസിക്കുന്നില്ലേ? എന്ത് നീതിയാണ് വസിക്കുന്നത്? ഇവിടെ എന്ത് നീതിയാണ് വസിക്കുന്നേ? ഇവിടുത്തെ രാഷ്ട്രീയങ്ങൾ നിങ്ങളെടുത്ത് പഠിക്കൂ, ഇവിടുത്തെ മതങ്ങളെടുത്ത് പഠിക്കൂ, ഇവിടുത്തെ പൗരോഹിത്യ വർഗങ്ങളെടുത്ത് പഠിക്കൂ, ഇവിടുത്തെ ഏറ്റവും വിസന്റൂരിലുള്ള ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഇവിടെ നീതി വസിക്കുന്നില്ല, അനീതി വസിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമക്കൾക്ക് ഇവിടെ ഒരു നീതിയും കിട്ടത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ തള്ളിക്കളഞ്ഞ ലോകം നിങ്ങളെയും തള്ളിക്കളെ. ഈ ഭൂമിയിൽ നമുക്ക് യാതൊരു നീതിയും കിട്ടത്തില്ല. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഭൂമി ഭരിക്കുന്നത് പിശാച. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു 3-4 പ്രാവശ്യം 2 കൊരിന്ത്യർ 4:4 നമ്മൾ വായിക്കുമ്പോൾ, വായിക്കാൻ സമയമില്ലാത്ത ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം വിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസികളുടെ മനസ്സ് കുരുടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് യാതൊരു പ്രത്യാശയും നമ്മൾ വയ്ക്കരുത്. നമ്മുടെ പ്രത്യാശ ഇവിടെ പത്രോസ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടതുപോലെ, ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്യം, ആ ഭാഗം തൊട്ടടുത്തു. ഇതാ മനുഷ്യനോട്, അപ്പോഴാണ് മനുഷ്യനോടുകൂടി ദൈവം വന്ന് കറക്റ്റായിട്ട് വസിക്കുന്നത്. പിന്നെ ദൈവം നമ്മോട് കൂടെ ആയിരിക്കും. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ മനുഷ്യനോടുകൂടി ദൈവം വസിക്കുന്നത് അപ്പോഴാണ്. പൂർണ്ണമായ അവൻ്റെ വാസം ആ സമയത്താണ് ഉണ്ടാകുന്നത്.
ഹല്ലേലൂയ. ബാക്കി മഹോദരകാലത്ത് കർത്താവിനോടൊപ്പം നമ്മൾ സ്വർഗത്തിലായിരിക്കുമെങ്കിലും അതൊരു പരിമിതമായ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി 1000 ആണ്ട് വാഴ്ചയിൽ യേശു കർത്താവും സഭയും പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരും കൂടി 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമെങ്കിലും അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. 1000 years ഉള്ളി. എന്നാൽ കോടാനുകോടി വർഷം പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ദൈവം മനുഷ്യനോടുകൂടി ആയിരിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. പൗലോസ് സന്തോഷിക്കാൻ പറഞ്ഞ അതോർത്ത് സന്തോഷിക്കാന് അല്ല, ഇവിടുത്തെ ഭൗതിക അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ടൊന്നല്ല, ഇവിടുത്തെ യാതൊന്നും കണ്ടുകൊണ്ടല്ല. ഇവിടുത്തെ സന്തോഷത്തെക്കുറിച്ചൊരു വാക്യം പറഞ്ഞാൽ, യോനയുടെ പുസ്തകത്തിലൊരു പ്രധാന കഥാപാത്രമുണ്ട്. ആരാണത്? യോന തന്നെ. യോനയ്ക്ക് തലയ്ക്ക് വെയിലടിച്ചപ്പോൾ എന്ത് പറ്റി? യോന കിടന്ന് കാറി, അല്ലേ, ഞാൻ വെയിലടിച്ച് ചാകാൻ പോകുന്നു. ഉടനെ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. ഈ ആവണക്ക് കൽപ്പിച്ച് അതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ എന്ത് ചെയ്തു? ദൈവം ഒരു പുഴുവിനോട് കൽപ്പിച്ച് ഈ ആവണക്കിന് എന്ത് ചെയ്തു? കുത്തിക്കളഞ്ഞപ്പോൾ യോന എന്ത് ചെയ്തു? ഭയങ്കര സങ്കടമായി. ഞാൻ സാധാരണ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ സന്തോഷമൊക്കെ ഈ യോനയുടെ സന്തോഷം പോലെയുള്ളൂ. ഒരല്പസമയത്തേക്ക്. ആ അല്പസമയം എന്ന് പറഞ്ഞാൽ 70-80 സംവത്സരം. അത് ഈ ഭൂമിയിൽ നമ്മൾ ദുഃഖത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുമ്പോൾ ഒരല്പ സന്തോഷം കിട്ടിയാൽ അത് നൈനിമിഷികമാണ്, യോനയുടെ സന്തോഷമാണെന്ന് നമ്മൾ ഓർത്തോണം. അതിൽ കിടന്ന് സന്തോഷിക്കരുത്. നമുക്ക് ഭൗതികം ഉണ്ടാകാം, നമുക്ക് ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നമുക്ക് കിട്ടിയെന്ന് വരാം. അതെല്ലാം നൈനിമിഷികമാണ്, അല്പകാലത്തെ സന്തോഷമാണ്. എന്നാൽ പുതിയ ആകാശം പുതിയ ഭൂമിയിലെ ആ സന്തോഷത്തെക്കുറിച്ച് ഇനി വായിക്കും. വായിച്ചോട്ടെ. വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരോട് ജനമായി കൂടെ ഇരിക്കും. അടുത്ത ഒരു 5 കാര്യം മാറ്റപ്പെടുമെന്ന് അവിടെ പറയുന്നുണ്ട്. അത് ഒന്ന് എണ്ണിപ്പറക്കി പഠിച്ചെടുക്കാൻ പോകാം. നമ്മൾ ഇവിടെ വായിച്ചു വിടുമെങ്കിലും അതൊന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കാം. 5 കാര്യങ്ങൾ. അതിൽ ഒന്ന്, കണ്ണീനീര് തുടച്ചുകളെ. മരണത്തെ മാറ്റും ദൈവം. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഫൈനോസ്. 5 കൂട്ടം കാര്യങ്ങൾ. ഈ 5 കൂട്ടം കാര്യങ്ങൾ ഇവിടെ ഇപ്പം എന്തുണ്ട്? കൊടികുത്തി വാഴുക. വിശ്വാസിയാന്ന് പറഞ്ഞാൽ പോലും അവിശ്വാസിയാന്ന് പറഞ്ഞാൽ പോലും കഷ്ടതയും കണ്ണീരും ദുഃഖവും പ്രയാസവും മുറവിളിയും ഒക്കെ ഉണ്ട്. എന്നാൽ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ എന്തില്ല? ഈ കഷ്ടതകളും, അതായത് എണ്ണിപ്പറഞ്ഞാൽ കഷ്ടതയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, മരണമില്ല. മരണമില്ലാത്തൊരു ശരീരം. ദൈവങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പോർഷൻ അധികം ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. മരണമില്ലാത്തൊരു ശരീരം എനിക്ക് നിങ്ങൾ കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ ജീവിതം എത്ര സന്തുഷ്ടമായി. ഇപ്പം രാവിലെ എണീറ്റ് വരണമെങ്കിൽ തന്നെ ഒരു സർക്കസൊക്കെ കഴിക്കാൻ എണീക്കുന്നത്, അല്ലേ? കാരണം ഇച്ചിരി ബുദ്ധിമുട്ട്. 8 മണിക്കൂറൊക്കെ കഴിഞ്ഞെന്ന് കഴിയുമ്പോൾ എണീറ്റ് വരാൻ ഒരു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ പനി ബുദ്ധിമുട്ട്, പിന്നെ അങ്ങനെ വേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ. അതൊന്നും ഇല്ലാത്തൊരു ശരീരമെന്ന് വെച്ചാൽ ചിന്തിച്ചു നോക്കി. സ്തോത്രം. ശോഭയാൻ്റെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം. ജീവിതത്തിൽ യാതൊരു അല്ലലില്ലാത്തൊരു രൂപാന്തര ശരീരം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പൗലൂസ് അതിനെക്കുറിച്ച് പറയുന്നെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. വായിക്കാം. കാണാതെ പറയാം ആ വാക്യങ്ങളൊക്കെ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അടിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അതായത് ദാനമായ കെട്ടിടമായ രൂപാന്തര ശരീരം. അല്ല അവിടെ മണിമാളികയൊന്നുമില്ല. പലരും ചിന്തിച്ചിരിക്കണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കെട്ടിടം കിട്ടും, ഓരോ റൂം, ഓരോ രീതി, ഓരോ TV, ഇത് ഒന്നുമില്ല. രൂപാന്തര ശരീരം പ്രാപിച്ച് ദൂതന്മാരെ പോലെ സ്വർഗത്തിൽ വസിക്കുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പൗലൂസ് ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് എന്താ പറയുന്നത്? ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. എന്തോർത്ത് സന്തോഷിക്കാൻ? നമ്മുടെ ഭാവി കാലമോർത്ത് സന്തോഷിക്കാൻ. എന്ത് ഭാവി കാലം? കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു രൂപാന്തര ശരീരം പ്രാപിച്ച് ദൂതതുല്യരായി സ്വർഗത്തിൽ സന്തോഷിക്കുന്ന ഒരു വിഷയമാണ് പൗലൂസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും വേണ്ട രീതിയിൽ പലർക്കും മനസ്സിലായോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് ഞാനിത് തെളിച്ചു പറയുക. പൗലൂസ് പറഞ്ഞ കർത്താവിൽ സന്തോഷിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി കാലം ഓർത്ത് സന്തോഷിക്കാൻ. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനത്തിൽ
സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ഒരു റൂട്ട് മാപ്പ് പൗലോസ് തയ്യാറാക്കുന്നുണ്ട്. അത് എവിടെ നിന്നറിയാമോ? 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20-21 വാക്യം. സ്വർഗത്ത് പോകാനുള്ള റൂട്ട് മാപ്പ് അവിടെ കിടപ്പുണ്ട്. എത്ര പേര് ഗൂഗിൾ മാപ്പൊക്കെ നമുക്കറിയാം, പക്ഷേ ഈ മാപ്പിനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് വായിച്ചു കൊടുത്തേ മാറ്റി. 13 തൊട്ട് വായിച്ചു, 5-ന്റെ 13 മുതൽ. ആ ആ അപേക്ഷിക്കുന്നു. അവിടെ തൊട്ടാണ് ഈ മാപ്പ് തുടങ്ങുന്നത്. കറക്റ്റ്. തമ്മിൽ സമാധാനമായിരിപ്പേ. ആ ബുദ്ധി ഉപദേശിപ്പീൻ, ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, നോക്കുവിൻ, ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇപ്പം നമ്മുടെ വിഷയം കയറി വന്നിട്ടുണ്ട്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഞാനൊരു സഹോദരിയോട് ചോദിച്ചു, സ്വർഗത്ത് പോകാനുള്ള ഒരു വഴി ഏതാ സഹോദരി എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാംശം പ്രാപിക്കണം, വിശുദ്ധിയിൽ വേർപാടിൽ ജീവിക്കണം, അങ്ങനെ നമുക്ക് സ്വർഗത്ത് പോകാം. അങ്ങനെ എവിടെയെങ്കിലും ഒരു വാക്യമുണ്ടോ? വാക്യമൊന്നുമില്ല. അപ്പോൾ സ്വർഗത്ത് പോകാനൊരു വാക്യമുണ്ടോ? നിങ്ങളിൽ ആർക്കെങ്കിലും അത് പറയാൻ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഇട്ട് തരിക. സ്വർഗത്ത് പോകാനുള്ളൊരു വാക്യം. 10 വർഷം കൊണ്ട് വചനം പഠിച്ചുകൊണ്ടിരിക്കുക, അതോടെ ചാടിക്കയറി പറയണേ. മത്തായി 7:21. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യം. ഇതാ പിതാവിൻ്റെ ഇഷ്ടം, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്ത് പോകാനുള്ളൊരു റൂട്ട് മാപ്പ് ഇതിൽ തിരഞ്ഞിരിക്കുക. നമുക്ക് ഗൂഗിൾ മാപ്പ് വെച്ച് വീടും കാടും അവിടെയൊക്കെ നമ്മൾ പോകും, പക്ഷേ സ്വർഗത്ത് പോകാനുള്ള റൂട്ട് മാപ്പ് എല്ലാവരുടെയും ഗൂഗിളിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഇത് ബൈബിളിലാണ് കിടക്കുന്നത്. എന്നോടൊരു പാസ്റ്റർ പറഞ്ഞു, ഏത് വിഷയത്തിനും നമുക്ക് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടുമെന്ന്. നമ്മൾ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അതെന്താ കാര്യം? ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളിലൂടെ പുസ്തകത്തിൽ തപ്പിയാൽ നമുക്ക് കിട്ടും, അല്ലാത്ത ഗൂഗിളിലൊന്നും കിട്ടത്തില്ല. ഗൂഗിളിൽ കൂടി തപ്പി 2 പോലീസുകാർ പോയി കണ്ടെത്തിച്ചാടി ചരിത്രം നമ്മളെല്ലാവരും കേട്ടതാണ്. ഗൂഗിള്, ഞങ്ങളൊരു കല്യാണ വീട്ടിൽ പോയിട്ട് കുഴഞ്ഞു പോയി. എൻ്റെ ചേട്ടൻ അനിയൻ്റെ മോൻ ഗൂഗിളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് കാർ ഓടിച്ച് പോവുക. അവിടെ ഇവിടെയൊക്കെ ചെന്ന് ചാടി അവസാനം 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ ചെന്നത്. അപ്പോൾ ഗൂഗിളൊക്കെ തെറ്റിപ്പോകാൻ പ്രിയമുള്ളവരെ. മനുഷ്യൻ്റെ കാൽക്കുലേഷനെല്ലാം തെറ്റും, എന്നാൽ ദൈവാത്മാവിൽ വിരചിതമായ വചനത്തിൻ്റെ വെളിപ്പാടുകൾക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. സ്വർഗത്ത് പോകാനുള്ള ഏക വഴി കർത്താവേ കർത്താവേ എന്ന്